വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം കഴിഞ്ഞ പംക്തിയിൽ ചർച്ച ചെയ്ത വിഷയം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ ഏതാണ്ട് പ്രാരംഭഘട്ടങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അന്ന് ജീവിച്ചിരുന്നതും ശേഷമുള്ളതുമായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന അഭിപ്രായങ്ങൾ നമുക്ക് പരിശോധിക്കാം. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. നിരവധി പ്രാവശ്യം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തേക്കാൾ പാണ്ഡിത്യമുള്ള, ആശയങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മറ്റൊരു പണ്ഡിതനെയും എൻ്റെ ജീവിതകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം കൂടിയായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നാം മനസ്സിലാക്കണം. ആരെങ്കിലും ഫിഖ്ഹ് കരസ്ഥമാക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം ആർക്കെങ്കിലും മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഇമാം അബൂ ഹനീഫയെ സമീപിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ പ്രകാരം തന്നെ മദ്ഹബിൻ്റെ ഒരു ഇമാമാണ്. അദ്ദേഹം ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച പണ്ഡിതനാണ്. ഒരുപാട് ഫിഖ്ഹിൻ്റെ ഫത്വകളും മസ്അലകളും സമൂഹത്തിന് സമ്മാനിച്ച മഹാന്നതനായ നേതാവാണ്. എങ്കിലും ഇമാം അബൂ ഹനീഫയെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ കാരണം, അദ്ദേഹം എന്തുകൊണ്ടും ഇൽമ കൊണ്ടും വറഅ് കൊണ്ടും തഖ്വ കൊണ്ടും അന്നത്തെ പണ്ഡിതന്മാർ, അന്ന് കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരിൽ എന്തുകൊണ്ടും ഒരുപടി മുകളിലായിരുന്നു. എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഖവാരിജുകളെയും മുഅ്തസിലിയാക്കളെയും, ഇസ്ലാമിൽ നിന്ന് ഭിന്നിച്ചു പോയ ആളുകളൊക്കെ തർക്കശാസ്ത്രത്തിലൂടെയും വാദങ്ങളിലൂടെയുമെല്ലാം തോൽപ്പിക്കുകയും അതിലൊക്കെ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. മഹാന്മാരായ താബിഈങ്ങളിൽപ്പെട്ട നിരവധി പണ്ഡിതന്മാരും ഇമാം അബൂ ഹനീഫയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മിസ്അർ ബിനു ഖിദാം എന്ന് പറയുന്ന ഒരു താബിഈയായ ഒരു പണ്ഡിതൻ, താബിഈങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്, കൂഫയിൽ എനിക്ക് 2 പേരോടാണ് അസൂയ. ഒന്ന് കർമ്മശാസ്ത്രത്തിൽ അബൂ ഹനീഫയോടും ഭൗതിക വിരക്തിയിൽ ഹസൻ ബിൻ സ്വാലിഹിനോടുമായിരുന്നു എനിക്ക് അസൂയ. ഇത്രമാത്രം പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഇൽമിൻ്റെ ദറജ എത്രത്തോളം ഉയരത്തിലായിരിക്കുമെന്ന് കേവലം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മഹാനായ യസീദ് ബിൻ ഹാറൂൻ, താബിഈങ്ങളിൽപ്പെട്ട പ്രധാന പണ്ഡിതനാണ് മഹാനായ യസീദ് ബിൻ ഹാറൂൻ. അദ്ദേഹം പറയുന്നു, അദ്റക്തു നാസ ഫമാ റഅയ്തു അഹദൻ അഅഖല വലാ ഔറഅ മിൻ അബീ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്റക്തു നാസ, ഞാൻ ജനങ്ങളെ എത്തിച്ചു. ഫമാ റഅയ്തു അഹദൻ അഅഖല വലാ ഔറഅ മിൻ അബീ ഹനീഫ. ഞാൻ ഒരുപാട് ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് മനുഷ്യന്മാരുമായി, ആളുകളുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇമാം അബൂ ഹനീഫയേക്കാൾ ബുദ്ധിയും അതോടൊപ്പം തന്നെ സൂക്ഷ്മതയുമുള്ള മറ്റൊരു പണ്ഡിതനെയും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല.
അതുപോലെ മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞു വെക്കുന്നു, മാ ഖുൽതു ഐനി മിസ്ല അബി ഹനീഫ, മാ ഖുൽതു ഐനി മാ മഖൽതു ഐനി മിസ്ല അബി ഹനീഫ, ഞാൻ അബൂ ഹനീഫയെ പോലോത്തവരെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ദർശിച്ചിട്ടില്ല. എന്തുകൊണ്ടും വളരെയധികം മഹത്വമുള്ള പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ അനുധാവനം ചെയ്യുവാനും അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭാഗവാക്കാക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.